അടിപൊളി ഹൃദയപൂർവ്വം സൂപ്പർ സിനിമയാണ്. ഇത് ബ്ലോക്ക് ബസ്റ്റർ ആണ്, ഒരു ഡൈനാമിക് ആണെന്നുള്ളതാണ് നമ്മുടെ ലാലേട്ടൻ. സൂപ്പർ ഒരു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി പോലെയാണ് ലാലേട്ടൻ. വീണ്ടും വീണ്ടും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയപൂർവ്വം സൂപ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്. എന്തെങ്കിലും ആവട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്. സഹിക്കാൻ പറ്റുന്നില്ലടോ. അവറ്റകളോട് മാറിപ്പോൻ പറയാ. ബ്രഹ്മചര്യത്തിന്റെ പാരമ്യം കാണണമെന്ന് ആ തമ്പുരാന്റെ തീരുമാനം. അടിപൊളിയാണ് പുള്ളി, വേറെ ലെവല് തകർത്തു. നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ ഒരു പടി മുന്നിലെ പടം. അങ്ങനെ ഹൃദയപൂർവ്വം മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. പേര് പോലെ തന്നെ പടം കണ്ടിറങ്ങിയപ്പോ ഹൃദയം മുഴുവനായിട്ടാണ് നിറഞ്ഞു അല്ലേ? അതെ. ഇങ്ങനെ പോകുന്നൊരു പടം, ഒരു ഹൈ, അങ്ങനെ യാതൊരു പരിപാടിയും ഇല്ല, ഹൈയോ ലോയോ, നത്തിങ്. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ഫീൽ ഗുഡ് പടം. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസും. അന്ന് ഞാൻ എല്ലാവരും കാണായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ അങ്ങ് ഞൊട്ടും. ഇതുപോലെ എത്ര കേസ് കെട്ടിൽ നിന്നും പുഷ്പം പോലെ ഈ ബോണി ഊരി പോന്നിട്ടുണ്ടേ. പോയി കാണാം. ഇപ്പോൾ ഓണം വെക്കേഷൻ സമയമൊക്കെയാണ്, അപ്പോൾ ഫാമിലി ആയിട്ട് എന്ത് പരിപാടി പിടിക്കാം എന്നൊക്കെ ആലോചിക്കുമ്പോൾ തീർച്ചയായും സിനിമാ തിയേറ്ററിൽ പോയി കാണാവുന്ന, കൊച്ചുകുട്ടികളുമായി പോയിരുന്ന് കാണാവുന്ന, ഫാമിലിയിൽ കുറച്ച് മുതിർന്ന ആളുകളുമായി പോയിരുന്ന് കാണാവുന്ന അങ്ങനെ ഒരു ഫാമിലി മൂഡ് പടമായിട്ടാണ് എനിക്ക് ഹൃദയപൂർവ്വം ഫീൽ ചെയ്തത്. കറക്കം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ഔട്ട് ഓഫ് നേഷൻ വരെ എത്തി.